മുഴുവൻ കേൾപ്പിക്കാൻ സമയമില്ല. കുറച്ചു ഭാഗം നിങ്ങൾ അതിൽ നിന്നൊന്ന് കേൾപ്പിക്കാം, കേട്ടോളൂ. ഒന്നാം പ്രഭാഷണത്തിലേതാണത് എന്ന് നിങ്ങൾ അറിയണം. എന്താ സുഹൃത്തുക്കളെ, സ്വലാത്ത് ചെല്ലലിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? സ്വലാത്ത് ചെല്ലൽ വളരെ പുണ്യമുള്ള സംഗതി. അവര് പറയുന്നത് മൗലൈമാര് സ്വലാത്ത് ചെല്ലൂല, ഇവർക്ക് സ്വലാത്തിനോട് അലർജിയാണ്. കാരണം റസൂലുള്ള ഇവർക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ പാടില്ലെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മുജാഹിദുകളാണ് ഇവിടെ സ്വലാത്ത് ചൊല്ലാൻ പറയുന്നവര്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്തിന്റെ പോരിശ എന്താ? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 ഗുണം പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹുടെ പൊരുത്തം ഉദ്ദേശിച്ചിട്ട് ആ സ്വലാത്ത് ചെല്ലേണ്ടത് അല്ലേ? അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. ഇനി ആർക്കും തർക്കല്ല. പക്ഷെ ഇവരുടെ സ്വലാത്ത് നഗറിലെ സ്വലാത്ത് എന്തിനാ? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചെല്ലാനാണ് പറയുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചെല്ലാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എഴുതുകയാണ്, സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു, അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അതിന്റെ പ്രതിഫലമുണ്ട്. ഭൗതികമായ പ്രതിഫലത്തിന് പുറമെ അർഹമായ പ്രതിഫലം ആഖിറത്തിലും നൽകും. നോക്കണം, നിങ്ങൾ ഇങ്ങനെയുണ്ട് ഇസ്ലാമിലൊരു ഇബാദത്ത്. സുഹൃത്തുക്കളെ, ഒരാൾ കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ എന്താ ഇതിന്റെ വിധി? ഒരാൾ കാണാൻ വേണ്ടി നോമ്പ് നോറ്റാൽ എന്താ ഇതിന്റെ വിധി? അത് മഹാപാതകമല്ലേ, ഹറാമല്ലേ? എന്നിട്ട് ആ പ്രവർത്തനത്തെ ഇസ്ലാമികമായിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, എന്തിന്? പേര് കിട്ടാൻ, കാശ് കിട്ടാനൊക്കെ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന് കാന്തവരെ ഇത്. അതാണ് ഇവരെ സ്വലാത്ത് നഗറുകളിലൊക്കെ നടക്കുന്നത്. സ്വലാത്ത് നഗറുകളിലൊക്കെ നടക്കുന്നത് അതാണ്. സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് അല്ല ചൊല്ലുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാണ്. മുത്തുനബി റബ്ബിനോടല്ലാതെ ദുആ ചെയ്തിട്ടില്ല. സ്വഹാബത്ത് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടിയാണ് ഇവർ 27-ാം രാവിൽ പാടത്തേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിയിൽ ഇത്തികാഫിരിക്കേണ്ട നേരത്ത് മൈതാനത്ത് വന്നിട്ട് ഇവർ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് തേടുന്നു. ഇത് ഇസ്ലാമാണോ സുഹൃത്തുക്കളെ? ഇനി ഇവരുടെ ദിക്റിന്റെ കോലെന്താ? ഇവര് നമ്മളെ പറഞ്ഞു കളിയാക്കാറുണ്ട്, മുജാഹിദിന് ദിക്റില്ല, നമ്മൾക്കേ ദിക്റുള്ളൂ. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹ് വർദ്ധിപ്പിക്കണേ എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞല്ലോ. ദിവസവും നമ്മൾ അല്ലാഹുവിനെ നേരം വെളുത്തി എഴുന്നേറ്റ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഈ ഉള്ളവന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന ഒരു ഓഡിയോ കാസറ്റിന്റെ ശേഖരം, അതുപോലെ തന്നെ വീഡിയോ CD-യുടെ പരമ്പര 20ഓളം CD-കളിലും 20ഓളം ഓഡിയോ കാസറ്റിലുമാക്കിയിട്ട് ഇപ്പോൾ രംഗത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളും ഇനി ഇൻഷാ അല്ലാഹ് ഷാർജയിൽ പോയിട്ട് അവതരിപ്പിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന് കേൾക്കണം. കാരണം മുജാഹിദിന് ദിക്റില്ല എന്നാണ് പ്രചരണം, മുജാഹിദിന് ദുആ ഇല്ലെന്നാണ് പ്രചരണം. എന്നാൽ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സലാത്ത്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരുപാട് സലാത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പോരിശയുള്ള സലാത്താണ് സലാത്തുൽ ഇബ്രാഹിമിയ. അത് മുത്തുനബി ഞങ്ങളോട് പഠിപ്പിച്ച സലാത്താണ്. സഹാബത്ത് ചോദിച്ചല്ലോ, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? അതാ മുത്തുനബിയുടെ തിരുനാവിൽ നിന്നൊരു സ്വലാത്ത് ഉതിർന്നു വീഴുന്നു. ഖൂലൂ, നിങ്ങൾ പറഞ്ഞോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം.
إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ശ്രോതാക്കളോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുഴുവൻ മുസ്ലിമീങ്ങളോടും എന്നോടെന്ന പോലെ ഒരു വസിയത്ത് പറയട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. എവിടെയാണെങ്കിലും നിങ്ങളത് ചൊല്ലിക്കോ. ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. 1-ന് 10 പ്രതിഫലമുള്ള ഇബാദത്താണ്. മൻ സല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു അവന് 10 ഗുണം പ്രതിഫലം നൽകുന്നതാണെന്ന് ആരംഭ റസൂൽ ഹബീബായ റസൂലുള്ള പറയുമ്പോ, സുഹൃത്തുക്കളെ, നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മമാരെ, നിങ്ങൾ അതിനിടയിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. തൊഴിൽശാലകളിൽ അതല്ലാത്ത നിലക്കുള്ള പണികൾ എടുക്കുന്ന തൊഴിലാളികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. വാഹനങ്ങളിൽ കാറോടിച്ചു പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിങ്ങൾ ബസ് കാത്ത് നിൽക്കുന്ന നേരത്ത് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചൊല്ലിക്കോ. നമ്മുടെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. അതിലാർക്കും തർക്കല്ല. പക്ഷേ ഈ കള്ള സ്വലാത്തുകൾ ചൊല്ലണ്ട, നാരിയ സ്വലാത്ത് ചൊല്ലണ്ട, കമാലിയ ചൊല്ലണ്ട, താജുസ്സലാത്ത് ചൊല്ലണ്ട. അങ്ങനെ കുറെ സ്വലാത്തുകൾ ഉണ്ടല്ലോ. ഇവർക്ക് അത് ഇസ്ലാമിലുള്ള സ്വലാത്തല്ല. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. കേട്ടല്ലോ, വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ ഇദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞ ആരോപണം എന്താണ്? വയലിനെതിരെ പ്രസംഗിക്കുകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തിനെതിരെ വയല് പറയുകയാണ് മൗലവി. ഇത് സ്വലാത്തിനെതിരെയുള്ള വയലാ? ഈ കേട്ടതൊക്കെ സ്വലാത്തിനെതിരെയുള്ള വയലാണോ? ഞങ്ങൾക്കറിയാം ഞങ്ങളെ നേതാവിന്റെ സ്വലാത്ത് നിങ്ങൾക്ക് പിടിക്കൂലാന്ന്. ആഹാ, അതാണോ ഇപ്പൊ കേട്ടത്? അതാണോ നിങ്ങൾ ഇപ്പൊ കേട്ട് കഴിഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്ത് മുഴുവനും മുടക്കാനാണ് ഇവർ നടക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ നിങ്ങളുടെ കള്ള ആരോപണങ്ങൾ മുഴുവനും ഈ വരികളിലൂടെ തന്നെ ബാത്തിലായി പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ആർക്കാ അറിയാത്തത്? നമ്മൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണോ? അതേ അവസരത്തിൽ ഞാൻ അവിടെ പ്രസംഗിച്ച ആ 1-ാമത്തെ പ്രഭാഷണത്തിൽ അതിന്റെ ആദ്യ ഭാഗം നിങ്ങൾ ഇപ്പൊ കേട്ടു, അവസാന ഭാഗവും നിങ്ങൾ കേട്ടു. അത് രണ്ടും ഞാൻ വേറെ വേറെ കേൾപ്പിക്കാൻ കാരണം, അത് രണ്ടും കേൾപ്പിക്കാതെ, ആ സ്വലാത്തിനെ മദ്ഹ് ചെയ്യുന്ന ഭാഗം കേൾപ്പിക്കാതെ, പേരോട് കഴിഞ്ഞ പ്രസംഗത്തിൽ എന്റെ ഒരു ഭാഗം 1-ാം പ്രഭാഷണത്തിൽ നിന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കേൾപ്പിക്കാത്ത ആദ്യ ഭാഗവും അവസാന ഭാഗവുമാണ് ഞാൻ കേൾപ്പിച്ചത്. ഇനി അദ്ദേഹം കേൾപ്പിച്ച ഭാഗം എന്താണ്? ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ സ്വലാത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾ പ്രത്യേക പുണ്യം നിശ്ചയിച്ചുണ്ടാക്കിയ, നിങ്ങൾ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുണ്ടാക്കിയ, പ്രത്യേക പോരിശ പറയപ്പെടുന്ന ആ നാരിയ സലാത്തില്ലേ, അതിനെപ്പറ്റി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതാണ് മൂപ്പര് കേൾപ്പിക്കുന്നത്. അത് കേൾപ്പിച്ചിട്ട് മൂപ്പര് അതേ ശൈലിയിൽ തന്നെ പറഞ്ഞു നോക്കിയിട്ടൊരു മറുപടിയും പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേട്ടോളണം. ബാക്കി ഞാൻ പിന്നീട് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. എനിക്ക് അതൊന്ന് കേട്ടോളി. സലാത്തിനെതിരെ മൂപ്പര് നീട്ടി മണിച്ച് ബഹദൂരം കേട്ടോളി. എന്താ മൂപ്പര ബഹദൂരിയോ സലാത്തിനെതിരെ? എന്നിട്ടോ ഇവര് ചൊല്ലുന്ന ദിക്റോ അല്ലാഹുവിന് പരിചയമുള്ള ദിക്റാണോ? റസൂലുള്ളാഹിക്ക് പരിചയമുള്ള ദിക്റാണോ? സ്വഹാബത്തിന് പരിചയമുള്ള ദിക്റാണോ? ഇവര് ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിന് പരിചയമുണ്ടോ? സിദ്ദീഖുൽ അക്ബറിന് പരിചയമുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? നാരിയ സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയതാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഉമർ ഖത്താബ് തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നാരിയ സ്വലാത്ത് അറിയുമോ? അലിയാരി തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ? ഷാഫി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഹംബലി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഹനഫി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? മാലിക്കി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ആരാണ് ഈ സ്വലാത്ത് കെട്ടി ഉണ്ടാക്കിയത്? പിൽക്കാലത്ത് ഒരാൾ ഉണ്ടാക്കിയ സ്വലാത്തല്ലേ? ഇത് ചൊല്ലാനാണോ നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ശട്ടം കെട്ടിക്കുന്നത്? കണ്ടോ, ഇതാണ് നമ്മുടെ ചോദ്യട്ടോ. നിങ്ങൾ ഈ ശട്ടം കെട്ടിച്ച് പ്രത്യേക എണ്ണവും വണ്ണമൊക്കെ നിശ്ചയിച്ച് ഇങ്ങനെ അരിയ സലാത്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് അത് ചൊല്ലുന്നുണ്ടല്ലോ. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക പുണ്യമൊന്നും നിശ്ചയിക്കാത്ത
പ്രത്യേകമായ എണ്ണവും ക്രമവും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടില്ലാത്ത, അങ്ങനെ നിങ്ങൾ ചില ഓരോന്നുണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ അതിന് പ്രത്യേകം കൂലി പറയാ, പ്രത്യേകം എണ്ണം പറയാ, അത് ചൊല്ലിയാലുള്ള പ്രത്യേക പോരിശ പറയാ, അതിനുവേണ്ടി ജനങ്ങളെ പ്രത്യേകം ഒരുമിച്ച് കൂട്ടുക. ഈ നിലക്കൊക്കെ നിങ്ങൾക്ക് എന്താ മാതൃക? ആരാ ഇതിന് നിങ്ങൾക്ക് മാതൃകയുള്ളത് എന്നിങ്ങനെ എണ്ണി എണ്ണി ഇങ്ങനെ വിശദമായി മൂപ്പർക്ക് തീരെ പിടിക്കാത്തൊരു സംഗതി എൻ്റെ ഈ നീട്ടി വയലു പറയല്. മൂപ്പരാകെ കംപ്ലൈൻ്റ് അതാ. മൂപ്പര് വിചാരിച്ചത് മൂപ്പരെ കുത്തകയാണ്. അതപ്പോ വലിയ വിഷയം. വലിയ വിഷയം എന്താണ്? മൗലവി നീട്ടി മണിച്ചു പറയും. എൻ്റെ നാട്ടിൽ പോയിട്ട് കുറെ കരഞ്ഞു നോക്കി, ഒട്ടുപാറ പോയിട്ട് കരഞ്ഞു. എന്തും പറഞ്ഞിട്ടാ കരഞ്ഞത്? നിങ്ങളുടെ നാട്ടുകാരനായ മൗലവി സൗണ്ടിന്റെ ഗുണം കൊണ്ട് എന്തൊക്കെയോ